ഒമ്മോ എൻ്റെ മോനെ, ഇത് ഒറിജിനൽ ആനയുടെ അസ്ഥികൂടം. മതം ഇളകി നിൽക്കുകയാണ്. പിന്നെ മെരുക്കി എടുത്തോണ്ടിരിക്കുക. വൺ ഡേ ഹോളിഡേ, തിങ്കളവധി. ഇത് അനങ്ങാതെ നിൽക്കുവാണേ, വീഡിയോ എടുക്കുന്നുണ്ട്. അനങ്ങാതെ നിൽക്കുവാണേ. ആനയുടെ തല, പിന്നെ ലോവർ, അതായത് പല്ല്, താടി ഊഞ്ഞാലാടിയിട്ട് എത്ര കൊല്ലം വയ്ക്കണം. ആനക്കണി വെച്ച് പിടിക്കുന്ന സാധനം. ഹലോ, അപ്പം ഞാൻ ഇന്നേ പത്തനംതിട്ട കോന്നി എന്ന് പറയുന്ന സ്ഥലത്താണ് വന്നേക്കുന്നത്. കോന്നി ഇക്കോ ടൂറിസം, അതായത് ഒരു ആനക്കൂടും ആനകളൊക്കെ കാണാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ നിസ്സാരമായിട്ട് പറയാൻ പറ്റത്തില്ല, ഇതൊരു സംഭവം തന്നെയാണ്. ഇത് കാണേണ്ട സംഭവമാണ്. അപ്പോൾ സമയം കിട്ടുമ്പോഴൊക്കെ ഇതുവഴി വരിക. അപ്പം കോന്നി ഇക്കോ ടൂറിസം, കേരള വനം വകുപ്പ് കോന്നി ഇക്കോ ടൂറിസത്തിലേക്ക് സ്വാഗതം. ഇവിടെ ചെറിയൊരു പരിപാടികളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മൺഡേ ഹോളിഡേ, തിങ്കളവധി. പ്രത്യേകം നോട്ട് ചെയ്തേക്കുക, തിങ്കളവധി 9:30 തൊട്ട് 6:30 വരെ ഉള്ളൂ. അപ്പം ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് എടുത്ത് ഇതുവഴി കയറി നമുക്ക് മുകളിലോട്ട് പോകാം. കാഴ്ചകൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഉള്ളിലോട്ട് പോകാം. അപ്പോൾ പുതിയൊരു കാഴ്ചകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ കാഴ്ചകൾ നമുക്ക് ആനക്കൂട്ടിൽ നിന്ന് തുടങ്ങാം. അതായത് ഇത് ആനേനെ കാട്ടിൽ നിന്നോ അല്ലെങ്കിൽ നാട്ടിലിറങ്ങുന്ന ആനകളെയൊക്കെ ഇവർ പിടിച്ചുകൊണ്ട് വരുമല്ലോ. നാട്ടുകാർക്ക് ശല്യമാകുന്ന ആനകളും അല്ലെങ്കിൽ കാട്ടിൽ നിന്ന് കൊണ്ടിരുന്ന ആനകളുമൊക്കെ, അങ്ങനെ കൊണ്ടിരുന്ന ആനകളെ കൊണ്ടുവന്ന് ഈ കൂട്ടിലിട്ടിട്ടാണ് ഇവർ മെരുക്കിയെടുക്കുന്നത്. കോന്നി ആനക്കൂട് സ്ഥാപിതം 1942. ഉപയോഗിച്ച മരം കമ്പകം. ആനക്കൂടിൻ്റെ നീളം 12.65 മീറ്റർ, വീതി 8.60 മീറ്റർ, ഉയരം 7 മീറ്റർ. ഇതിൻ്റെ ചുറ്റും ഒന്ന് കറങ്ങി നോക്കാം. ഇത് കോന്നിയിലാണ് സ്ഥലം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കയറാൻ 80 രൂപ പാസ്. ക്യാഷുമായിട്ട് വന്നു കഴിഞ്ഞാൽ പറ്റത്തില്ല, ഗൂഗിൾ പേ തന്നെ വേണം. ഇതാണ് ആനക്കൂട്. ഇതിൻ്റെ അകത്ത് 1, 2, 3, 4, 5, 6 ആനയ്ക്ക് നിൽക്കാവുന്ന രീതിയിലുള്ള ഇടയുണ്ട്. അത് ചിലപ്പോൾ 3 എണ്ണമായിട്ട് നിർത്തുള്ളതായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഈ കമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം കോന്നിയാണ് സ്ഥലം, കോന്നിയിലെ ആനക്കൂട്. നമുക്കിവിടുന്ന് മേളിലോട്ട് പോയി നോക്കാം. ഇവിടെയൊക്കെ ഒത്തിരി സംഭവങ്ങളുണ്ട്. ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട്, കയറി ആടി നോക്കാം. കൊള്ളാം, അടിപൊളി സെറ്റ്. നമുക്ക് വീഡിയോ എല്ലാം എടുത്തിട്ടേ തിരിച്ചിറങ്ങി വന്നിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഊഞ്ഞാലടി നോക്കാം. ഇതാണ് കോന്നി ആനസങ്കേതം. ഇവിടെ നമുക്ക് കുറച്ച് കാഴ്ചകൾ കാണാനുണ്ട്. അത് നമുക്ക് മുന്നോട്ട് പോവാം. ഒരു 1, 2, 3, 4 ആനകളുണ്ട് കേട്ടോ. ആനകളെന്ന് പറയാൻ പറ്റത്തില്ല, ആനക്കുട്ടികളാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. അപ്പം ഇതാണ് ഒരാനക്കുട്ടി. ഈവ, 23 വയസ്സ്, മലയാറ്റൂർ ഡിവിഷൻ, കോടനാട് റേഞ്ചിൽ ഏറുമുഖത്ത് നിന്നും 2003 ലഭിച്ചു. 2003 ലഭിച്ച ഒരു ആനക്കുട്ടിയാണ് ഇത്. പെണ്ണാനയാണ് കേട്ടോ, ഈവ എന്നാണ് പേര്. അപ്പോൾ നമുക്ക് ഈവയെ ഒന്ന് ഉണ്ട്. ഈവ കിടന്ന് ഇളകി മറിയുക. ഈവ അനങ്ങാതെ നിൽക്കുവാണേ, വീഡിയോ എടുക്കുന്നതിനോട് അനങ്ങാതെ നിൽക്കുവാണേ. ഉണ്ടോ? നമുക്ക് പ്രിയദർശിനിയെ ഒന്ന് കാണാം. വയസ്സ് 42, കോന്നി ഡിവിഷൻ, മണ്ണാർപ്പാറ റേഞ്ചിൽ പാലക്കുഴിയിൽ നിന്നും 1992 ലഭിച്ചു. അപ്പം പ്രിയദർശിനിക്ക് 42 വയസ്സുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടത് രണ്ടും പെൺകുട്ടിയാട്ടോ, പെണ്ണാനകളാണ്. അവൾമാർ ഇളകി മറിയുക, കിട്ടില്ലേ, ഡാൻസ് കളിക്കുക. ഡാൻസ് അല്ല, മതപ്പാടാട്ടോ, കെട്ടിയിട്ടേക്കുന്നുണ്ടോ. നമുക്ക് അടുത്തവളുടെ അടുത്തോട്ട് പോകാം. മീന, വയസ്സ് 34, കോന്നി ഡിവിഷനിൽ മണ്ണാർപ്പാറ റേഞ്ചിൽ തുറയിൽ നിന്നും 1991 ലഭിച്ചു. അപ്പം മീനയാണിത്. മീനയ്ക്ക് 34 വയസ്സ്. മീന എല്ലാം ഇതുണ്ട്, ഇതെല്ലാം മതപ്പാടി നിൽക്കുക കേട്ടോ. അവളെല്ലാം കെട്ടിയിട്ടേക്കാം. ചിലപ്പോൾ മതപ്പാടല്ലായിരിക്കും, അവരെ മെരുക്കി എടുക്കുന്നതായിരിക്കും. അതിൻ്റെ ദേഹത്തോടൊക്കെ ഉണ്ടോ പുല്ല് കിടക്കുന്നത്. ഹായ്, ഇനിയൊരു സാധനമുണ്ട് മോനെ, അവനെയാണ് കാണേണ്ടത്. ഇവനാണ് ആന. കണ്ടോ,
ഇവനാണ് കൊമ്പൻ. ഇവൻ്റെ പേര് കൃഷ്ണ, വയസ്സ് 13, തിരുവനന്തപുരം ഡിവിഷനിൽ പുതുപ്പള്ളി റേഞ്ചിൽ കുട്ടപ്പാറയിൽ നിന്നും 2014 ലഭിച്ചു. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ആന മതപ്പാട് നിൽക്കുന്നത് കാണുന്നത്. അപ്പം ഇങ്ങനെയായിരിക്കും ആനയുടെ റിയാക്ഷന്. അതാ കയറ് ഉണ്ട്, അവിടെ കയറ് കെട്ടിയിട്ടിരിക്കാം. കയറ് പൊട്ടിച്ച് വെളി ചാടാനാണ് നോക്കുന്നത്. കൊമ്പനാനയാട്ടോ, 13 വയസ്സുള്ള ആന. 13 വയസ്സ് എടുത്തു പറയുന്നു, 13 വയസ്സുള്ള ആന. പിന്നെ മത ഇളകി നിൽക്കുകയാണ്. ഇവനെ മെരുക്കി എടുത്തുകൊണ്ടിരിക്കുക. മെരുക്കി എടുക്കുന്നില്ല, 3 മാസമൊക്കെയാണ് ഇതിൻ്റെ മത ഇളകി നിൽക്കുന്നതിൻ്റെ ആ ഒരു സമയം. അപ്പോൾ നമുക്കിതിൻ്റെ പാപ്പാനോട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാം. പാപ്പാനോട് അടുത്തുണ്ട്. ഇത് നമ്മൾ ഇങ്ങനെ ഇത് എത്ര ദിവസം വരെ ഇങ്ങനെ നിൽക്കുമോ? ഒരു 3-4 മാസം അത്രയും പോകല്ലേ? 4 മാസം വരെ പോകല്ലേ? 4 മാസം അതിൽ കൂടുതൽ മുമ്പോട്ടും പോകും. കാരണം ആനയുടെ ആരോഗ്യം അനുസരിച്ചാണ് ഇതിൻ്റെ ഇത്. ഓ ഇപ്പം 3 മാസമായി. അല്ലേ? 3 മാസമായി. ഇപ്പോൾ ഒരു മാസം കൂടെ നിൽക്കാതെ നിൽക്കും. അതിൻ്റെ കണയെന്ന് പറയും. കണപ്പാടി കൂടെ കുറേ ഒലിച്ചു പോകും. അത് ഈ വെള്ളം പോലെ ഇങ്ങനെ മൂത്രം പോകുന്ന കൊണ്ട് ആ മൂത്രത്തിൻ്റെ കൂടെ കുറേ ഒലിച്ചങ്ങ് പോകും. അല്ലേ? അങ്ങനെയൊക്കെ പോയി കഴിയുമ്പോൾ ഇനിയിപ്പോൾ നോർമലായിട്ട് വരുള്ളൂ. അപ്പോഴേ നോർമലാകത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഇനി ഒരു മാസം കഴിക്കും. ആണല്ലേ? ഇപ്പോൾ ഇങ്ങനെ ഇറക്കുന്നില്ല, സാധനം വെളിയിൽ ഇറക്കുന്നില്ല. വെളിയിലിറക്കാൻ ഇങ്ങനെ ചെറിയ മൂത്രം പോകുന്നേ ഉള്ളൂ. ഇനി ഇത് വെളിയിലിറക്കും. വെളിയിലിറക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ 2 അടിയൊക്കെ അടിച്ച് കഴിയുന്ന കുറേ ഇതായിട്ട് കുറേ അങ്ങ് പോകും. അങ്ങനെ ആകുമ്പോൾ നോർമലായിട്ട് പിന്നെ മാർക്കും. അപ്പോൾ വന്നപ്പോൾ നമുക്ക് 1, 2, 4 ആനയെ കാണാൻ പറ്റി. കൊള്ളാം, അടിപൊളി. വന്നത് പൊളിച്ചു. ഇതുണ്ട് തുമ്പിക്കൈ ഒക്കെ അടിക്കുന്നത്. അവനെ തുമ്പിക്കൈ പൊക്കി കാണിക്കുന്നത്. അവൻ അനങ്ങാതെ നിൽക്കുക, എന്നാ ചെയ്യുന്നത് ഓർത്തിട്ട്. അപ്പം അവനാണ് വൈൽഡ്. അവനെ സൂക്ഷിക്കണം. അവൻ്റെ അടുത്തുനിന്ന് പിന്നെ അവനെ അങ്ങോട്ട് നമുക്ക് അവൻ്റെ അടുത്തോട്ട് ചെല്ലാനാണ് പിന്നെ തോന്നുന്നത്. കാരണം അവൻ അങ്ങനെ കാണിക്കുന്നത്. കൊള്ളാം കേട്ടോ. വേണ്ടോ, അവനെ ഇളകി മറിയുക. അപ്പോൾ ബാക്കി 3 എണ്ണം ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പം ആർക്കെങ്കിലും വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ വരാം. കോന്നി വന്നിറങ്ങിയിട്ട് ജസ്റ്റ് ഒരു 5 മിനിറ്റ് പോലില്ല നടന്നു വരാനുള്ള ദൂരമേ ഉള്ളൂ. എലിഫൻറ്റ് മ്യൂസിയം. അപ്പോൾ നമുക്ക് എലിഫൻറ്റ് മ്യൂസിയത്തിൻ്റെ അതോടെ ഒന്ന് കയറാം അല്ലേ? കല ഇവിടെ വന്നാലേ. ഇത് കൊള്ളാം കേട്ടോ. ഒരു കൊമ്പനാന. ഇതിൻ്റെ കുറേ ചിത്രപ്പണികളൊക്കെയാണ്. ഇതൊരു ഡെമോൺസ്ട്രേഷൻ എന്നൊക്കെ പറയുന്ന പോലെ. ഇവിടെ ഇതെല്ലാം ഇത് അടിപൊളിയായിട്ട് ചിത്രപ്പണിയൊക്കെ ചെയ്ത് വെച്ചിരിക്കുക. ഇത് ഉണ്ടാക്കി വെച്ചേക്കുന്ന കേട്ടോ. ഒരു മ്യൂസിയമാണ്. ഇത് കൊള്ളാം. ആനപിടുത്തം വാരിക്കുഴി എന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കി വെച്ചിരിക്കുക. അപ്പം ഒരു കൊമ്പനാന. ഇത് ഉണ്ടാക്കി വെച്ചേക്കുന്ന കേട്ടോ. കൊള്ളാം. ഓടി സൂപ്പർ. ഇത് കൊള്ളാം. ഉമ്മോ എൻ്റെ മോനെ, ഇത് ഒറിജിനൽ ആനയുടെ അസ്ഥികൂടം. എൻ്റെ അമ്മോ, ഞാൻ ആദ്യമായിട്ട് കാണുവാണ് ഒരു ആനയുടെ അസ്ഥികൂടം. ഇതാണ് സാധനം. അയ്യോ, ഇതൊരു ആനയുടെ അസ്ഥികൂടമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിയത്തില്ല. ഒറിജിനൽ സാധനം. പക്ഷേ ആന കൊമ്പ് എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷേ അസ്ഥികൂടമാണ്. ഇതുണ്ടോ, ആനയുടെ തല,
പിന്നെ ലോവർ, അതായത് പല്ല് താടി, അത് എന്താണെന്ന് എനിക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നില്ല. ഇത് കൊള്ളാം കേട്ടോ. ഇതുണ്ടോ, ആനക്കെണി വെച്ച് പിടിക്കുന്ന സാധനം. ഇത് മത്തെന്ന് പറയുന്നത് തന്നെ വല്ല കെണിയായിരിക്കും. മുട്ടുചിരട്ട, ഇത് ആനയുടെ മുട്ടുചിരട്ടയാണ്. ഇത് കൊമ്പ് ചുറ്റ്, ഇത് ഓരോരോ സംഭവങ്ങൾ ആനയെ കെണി വെച്ച് പിടിക്കുന്ന ഇവിടെയുള്ള സാധനങ്ങളാണ് കേട്ടോ. ഡീറ്റെയിൽസ് അറിയാം. ഇതിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അറിയാൻ പറ്റും. ഓക്കെ, അത് പോയടാ മോനെ. അപ്പം ഇത് പല്ല്, ആനയുടെ പല്ലാണിത്. ഇത് കത്തി, ഇത് ഇടച്ചങ്ങല, ഇത് മുള്ളട. ചവിട്ടി ആനയുടെ പരിപാടി തീരും. ഇത് ആങ്കൂശം. ഇവിടെ കുറേ സംഭവങ്ങളുണ്ട്. ഇത് മറ്റേ ഇതിൻ്റെ പേര് ഞാൻ മറന്നു പോയല്ലോ, അറിയാമെങ്കിൽ ഒന്ന് പറയണേ. ആനയെ മേടിക്കാൻ തോട്ടി മേടിക്കാൻ പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ ആനത്തോട്ടിയോ അതാണെന്ന് തോന്നും. അല്ലല്ല, വലിയ കോല് തോട്ടി, ആനത്തോട്ടി, അത് തന്നെ. ചെറിയ മിസ്റ്റേക്കൊക്കെ പറ്റും, അങ്ങനെയൊക്കെയാണ്. അപ്പം ഇതെന്താണെന്ന് പറഞ്ഞാൽ പൊളിച്ചു, സൂപ്പർ. ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, പൊളി. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് വെളിയിലോട്ട് ഇറങ്ങാം. ഇതാണ് കൊമ്പൻ. നമുക്കിവിടെ നേരെ വെളിയിലോട്ട് പോകാം. എൻ്റെ പുറകിൽ കാണുന്ന ആനയെ അത് ഓട്ടോമൊബൈൽ പാർട്സ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരാനയാണ് കേട്ടോ. സംഭവം കാണിച്ചു തരാം. ഉണ്ടോ, ഇത് ഫുള്ള് വണ്ടിയുടെ സ്പെയർ പാർട്സാണ് ഫുള്ള് ഈ കാണുന്നത്, അത് വെച്ചുണ്ടാക്കിയേക്കുന്നതാണ്. അപ്പം അതാണ് എലിഫൻറ്റ് മ്യൂസിയം. അപ്പോൾ നമ്മളവിടെ പോയി എല്ലാം കണ്ടു. ഇതിൻ്റെ ഫ്രണ്ടിലേ ഉണ്ടോ, കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റുന്ന ചെറിയൊരു പാർക്ക് സെറ്റപ്പുണ്ട്. സംഭവം കൊള്ളാം. നമുക്കൊരു ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അടിപൊളിയായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. കുട്ടിയാന, കൊക്ക്, ആമ്പൽ, മാൻകുട്ടി, മയിൽ, കൊള്ളാം. അത് നമ്മൾ കണ്ട ആനയെ മെരുക്കിയെടുക്കുന്ന ആനക്കുട്ടിൽ. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഊഞ്ഞാലാടണം. കാരണം എന്നാണ് ഞാൻ ഊഞ്ഞാലാടിയിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണേലും ഒരു 10 വർഷം ബാക്കിലായിരിക്കും, 10-15 വർഷം. നിങ്ങൾ തന്നെ പറ, ഒരു ഊഞ്ഞാലാടിയിട്ട് എത്ര കൊല്ലം ആയിക്കണം? ഇനി കുഞ്ഞിലേം കണ്ടൊക്കെ ഊഞ്ഞാലാടിയതാണ്, ഒരു കുതിക്കാന്നൊക്കെ പറയില്ലേ, അമ്മാതിരി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ ബൈ.